അടിച്ചുവാരലൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ പറയുന്നു. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മോർണിംഗ് വ്ലോഗാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇതാ ലിച്ചൂസിനെ മദ്രസയിലേക്ക് ഒക്കെ കൊണ്ടുവിടുന്നുണ്ട്. പിന്നെ ഇന്നലെ ഒരു സംഭവം സംഭവിച്ചു കേട്ടോ. നമ്മളില്ലേ കരിയിലേയും അതുപോലെ തന്നെ നമ്മുടെ പേപ്പറൊക്കെ ഇല്ലേ അതെല്ലാം കൂടി എടുത്തിട്ട് നമ്മുടെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് വെച്ചിട്ട് കത്തിച്ചു കേട്ടോ. ഇപ്പം കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു ഭാഗത്ത് കത്തിച്ച സമയത്ത് ഫുൾ ആളിപ്പടർന്ന് തീയെല്ലാം പിടിച്ചത് കണ്ടോ. ഈ ബ്ലാക്ക് ആയിട്ട് നിൽക്കുന്ന ഭാഗം കംപ്ലീറ്റ് പച്ച കളറായിരുന്നു കേട്ടോ. അപ്പോൾ ആ പച്ചിലെല്ലാം കത്തിക്കരിഞ്ഞ് പിന്നെ അവസാനം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതിനെ പിന്നെ കിടത്തേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായി കേട്ടോ. അൽഹംദുലില്ലാ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. പിന്നെ ഇതാ പിന്നെ രാവിലത്തെ പരിപാടിയാണ് കേട്ടോ, എൻ്റെ പതിവ് പരിപാടിയാണ് വെള്ളം കുടിക്കൽ. അപ്പം വെള്ളം ഞാൻ ഒന്നുകിൽ റൂമിൽ നിന്ന് കുടിക്കും, അല്ല എങ്കിൽ ഇതുപോലെ കിച്ചണിൽ വന്നിട്ട് കുടിക്കും കേട്ടോ. അപ്പം വെള്ളം കൂടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇന്ന് അടിപൊളി ഒരു റൈസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഞാനും ഫസ്റ്റ് ടൈമാണ് പരീക്ഷിക്കുന്നത്. വേറെയുള്ള യൂട്യൂബേഴ്സൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് അത് ടേസ്റ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ആക്കി നോക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ബസ്മതി റൈസ് എടുത്തിട്ട് ഒന്ന് കഴുകി കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സംഭവമില്ലേ ഇന്നലെ ഞാൻ ഉപയോഗിച്ചതിന് ശേഷം ഇവിടെ കൊണ്ടുവച്ചതാണ് കേട്ടോ. അപ്പോൾ അതെന്താണെന്നുള്ളതൊക്കെ ഞാൻ അടുത്ത വ്ളോഗിലൊക്കെ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ അതെല്ലാം കൊണ്ടുവച്ചതിന് ശേഷം നമുക്ക് സവോളയില്ലേ ആ സവോള എടുത്തിട്ട് പിന്നെ ഇന്നത്തെ റൈസിനേക്കും വേണ്ടിയിട്ട് കുറച്ച് മസാലയൊക്കെ ആക്കണം കേട്ടോ. അപ്പോൾ അതിനും വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് പൊളിച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഒക്കത്തുനിന്ന് എണീറ്റ് വന്നിട്ടാ പോയിട്ട് ബ്രഷെല്ലാം ചെയ്ത് സുന്ദരിയായിട്ട് 7:30 ആയിട്ടുള്ളൂ. കുറച്ച് കഴിഞ്ഞ് എഴുന്നേറ്റാ പോരായിരുന്നാ. പിന്നെ പോയിട്ടെല്ലാം റെഡി ആയിക്കോ. ഇന്ന് ഈ കുട്ടി കുറച്ച് നേരത്തെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളോട് കുറച്ച് നേരം സംസാരിച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ കുക്കിങ്ങിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ ആകുന്ന സമയത്തില്ലേ ഞാൻ ഇതുമാതിരിയുള്ള സ്ലൈസറിൽ വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്യലൊക്കെ ചെയ്യുക. അതിന് ശേഷം ഇതാ ഇന്നത്തേക്ക് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൻ്റെ അകത്ത് തുറന്ന് ഫസ്റ്റ് ഐറ്റം എടുത്തു കേട്ടോ. പിന്നെയാണ് കിളി പോയതുപോലെ എന്താണ് എടുക്കേണ്ടത് എന്തിനാണ് വന്നതെന്നുള്ളൊന്നും ഓർമ്മയില്ലായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ടൈം അതൊക്കെ തുറന്ന് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കഴിഞ്ഞപ്പോഴേക്ക് എന്തിനാണ് വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പോൾ അതെല്ലാം എടുത്തിട്ട് ഞാനിതാ പുറത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ വെള്ളം വെക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇതാ മഷ്റൂമൊക്കെ എടുത്തിട്ടൊന്ന് കഴുകി എടുക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ റൈസിന് വേണ്ടിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഐറ്റം. മഷ്റൂം റൈസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അത് എങ്ങനെയാണ് ടേസ്റ്റ് ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതാ ഞാനതൊന്ന് നന്നായിട്ട് ഇങ്ങനെ ഓരോന്ന് വെച്ചിട്ട് തന്നെ കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഇല്ലേ ഇതുപോലെ ഒന്ന് പറിച്ചെടുത്താൽ തന്നെ കിട്ടും കേട്ടോ. ഒന്നുകിൽ നിങ്ങൾക്ക് കഴുകുന്നതിന് മുന്നേ ആയിട്ട് തന്നെ തൊലിയെല്ലാം കളഞ്ഞിട്ട് കഴുകിയിട്ട് എടുക്കാം കേട്ടോ. പക്ഷേ എനിക്ക് എന്തോ അതിൻ്റെ ആ ഒരു പൊടിയൊക്കെ ഉണ്ടാകുമ്പോൾ എന്തോ മാതിരിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് കഴുകിയിട്ടാണ് തൊലിയെല്ലാം കളഞ്ഞത്. എന്നിട്ട് വീണ്ടും കഴുകുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം ഇതാ ഒരു പാൻ ഞാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബട്ടറില്ലേ ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 3-4 മുളക് ഇങ്ങനെ നെടുകെ കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ സ്മെല്ലെല്ലാം പോയിന്ന് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഗ്രാമ്പും ആ സ്പൈസസ് ഇടാൻ ഞാൻ വിട്ടുപോയതാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവോള എടുത്തിട്ട് കുറച്ച് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമുക്ക് പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ആ പാത്രം കഴുകേണ്ട മടിക്കാണ് കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചധികം ഞാനിങ്ങനെ ആക്കി വെക്കും കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പുപൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അത് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് ഇതാ നമ്മുടെ വെള്ളം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ അകത്തേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇതിൻ്റെ അകത്ത് സ്പൈസസ് ഒന്നും ഞാൻ മനഃപൂർവ്വം ചേർക്കാണ്ടിരുന്നതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ അകത്തേക്ക് ഇതാ നമ്മുടെ റൈസ് കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ചിട്ട് പിന്നെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. രാവിലെ ആയതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഫ്ലെയിം ഒന്നും ലോ ആക്കി കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. പെട്ടെന്നെല്ലാം കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്ക് നമ്മുടെ സവോളയൊക്കെ ഇങ്ങനെ വഴണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്തേക്ക് നന്നായിട്ട് തന്നെ കുരുമുളക് പൊടി അതുപോലെ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് ഗരം മസാല ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഒരു റോസ് സ്മെല്ല് മാറുന്നവരെ അവിടെ ഇങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ടൈമിൽ വന്നിട്ടാണ് നമ്മുടെ മഷ്റൂം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കുഞ്ഞ് സ്ലൈസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യം ഞാൻ വലുതായിട്ട് കട്ട് ചെയ്തു. പിന്നീട് തോന്നി അതിനേക്കാളും എളുപ്പം ഇതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
എന്നിട്ട് ഇതാ മഷ്റൂമിൻ്റെ അകത്തേക്ക് ആ മസാലയെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇക്ക കുട്ടികളുടെ ടിഫിൻ ബോക്സ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കൊടുക്കുമ്പോൾ എന്തൊക്കെയാ പറയാ? കുട്ടിക്ക് കൊമ്പ് വേണ്ട. എവിടെ കുട്ടിക്ക് കൊമ്പ് വേണ്ട. കാണുന്നില്ല. റൈസ് റെഡി ആയിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ വന്നിട്ട് ഞാൻ കുട്ടികൾക്കുള്ള മുടിയെല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ വീണ്ടും കിച്ചണിലോട്ട് പോയിട്ടുണ്ടായി കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ റൈസൊക്കെ നല്ല പോലെ വെന്ത് പാകത്തിനുള്ള വെന്തിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒന്നിനൊന്ന് തൊടാണ്ടെന്ന് പറയില്ല, അതുമാതിരി നല്ല രീതിക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിനെ ഒന്ന് വാർത്തെടുക്കുന്നുണ്ട് കേട്ടോ. വാർത്തെടുക്കുന്ന സമയത്താണ് ഞാൻ പിന്നെ ഇതെല്ലാം വെച്ചിട്ട് ചെമ്പെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫുള്ള് വെള്ളം പോയിട്ടുണ്ടായി കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ക്ലീനാക്കി, അല്ലെങ്കിൽ ഇങ്ങനെ കൊഴുപ്പ് പോലെ ഉണ്ടാവില്ല, എനിക്ക് അതൊന്നും ഇഷ്ടമില്ല കേട്ടോ. അപ്പോഴേക്ക് നമ്മുടെ മസാല ഇത്രയും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഫ്രഷ് ക്രീം ഇല്ലേ, അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു പാക്ക് ഉണ്ടായിരുന്നതിൽ പകുതിയോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട്, പിന്നെ ഫ്ലെയിം അധികം കൂട്ടിയിട്ട് വെക്കാൻ പാടില്ല കേട്ടോ. ഇപ്പോൾ ഉപ്പൊക്കെ നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ചീസൊന്നല്ല, കുറച്ച് നിലത്ത് വിട്ടിട്ടുണ്ടാവും. തുടച്ചിട്ടേ ഇക്കതാടെ കുട്ടികൾക്കും വേണ്ടിയിട്ട് തൈരില്ലേ, തൈരാക്കുന്നുണ്ട്. കാണിച്ചക്ക കാരണം ലേറ്റ് ആയിപ്പോയി, 8:30 ആയി. അപ്പം അതുകൊണ്ട് ആ പരിപാടിയൊക്കെ ഇക്ക നോക്കുന്നുണ്ട്. ഒരു നക്കുന്നേ ഇനിയിപ്പോൾ ഇതാ മസാലേൻ്റെ അകത്തേക്ക് നമ്മുടെ റൈസ് ഇട്ടിട്ട് കൊടുക്കുകയെന്ന് കേട്ടോ. ഒട്ടും ഉടയാണ്ട് തന്നെ മെല്ലെ ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കുക. അതിൻ്റെ അകത്തേക്ക് ഇതാ കുറച്ച് മല്ലിയിലയില്ലേ, അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ അടച്ച് വെക്കുന്നുണ്ട്, ഒരു 3-4 മിനിറ്റ് ദമ്മിലിടുന്നുണ്ട്. എന്താ കാച്ചെടുക്കുന്നേ? ഫ്രിഡ്ജും തുറന്ന് വെച്ചിട്ട് ആപ്പിൾ ഇന്നലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടേനു കേട്ടോ. ആകെല്ലാം എടുത്ത് തിന്നുന്നു. ബാ, ഇനി ഫുഡ് കഴിക്കാലോ. കുട്ടി കഴിച്ചു. വെള്ളം കുടിച്ചിന് എഴുന്നേറ്റം പാടുന്നേ? വെരി ഗുഡ്. ഇച്ചുവിന്റെ പരിപാടിയെല്ലാം കഴിഞ്ഞാ? എന്നാ ശരി, ബാ ഫുഡ് കഴിക്കാം. എല്ലാം ഇല്ലേ? എവിടെ വണ്ടി കയറുന്നേ? മഷ്റൂം ഇടണ? മഷ്റൂം ഇടണ? തൈര് വേണോ അതോ ഇത് വേണോ അധികം? അത്രേ ആക്കിയിട്ടുള്ളൂ, കുറച്ചേ ആക്കിയിട്ടുള്ളൂ. ഇതതിൽ കൊണ്ടുപോയി കൊണ്ടിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് മാറ്റി എന്നിട്ട് അലക്കാനിടണം കേട്ടോ. ഇവാച്ചുവിന്റെ എന്ത് ചെയ്യാം? ആപ്രോൺ എടുത്ത് വെക്കട്ടെ ഇവാട്ടിന്റെ ഫുഡിന്റെ ആയിട്ട്. രാവിലെ എനിക്ക് ഏറ്റവും വലിയ യുദ്ധം എന്ന് പറയുന്നത് കിച്ചണിൻ്റെ അകത്തുനിന്ന് കുക്കിംഗ് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. ഇവർക്കുള്ള ഭക്ഷണം കൊടുക്കില്ല. ഒരുവിധം എല്ലാ സമയവും ഇക്ക ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അത്ര വലിയ ടെൻഷനില്ലായിരുന്നു. ഇന്നിപ്പോൾ ഏതായാലും ഞാൻ ചെയ്യേണ്ട വന്നിട്ടുണ്ടായി. സ്കൂളിൽ പോവാ. ബാച്ചെടുത്തോ?
മക്കളെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഇങ്ങനെ കയറി വരിക എന്നിട്ടാ. ശരിക്കും അവരെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ അവരെത്തുന്നവരെ എനിക്ക് എന്തൊക്കെയോ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ നേരെ ഉള്ളിലോട്ട് കയറുന്നതിന് പകരമായിട്ട് ഞാൻ നമ്മുടെ പച്ചക്കറികൾക്കും അതുപോലെ ചെടികളൊക്കെ ഉണ്ടല്ലോ ഫ്രണ്ടിൽ, അപ്പോൾ അതിനൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കുകയെന്ന് കേട്ടോ. ഇതെല്ലാം കരിഞ്ഞു പോയ ചെടികളായിരുന്നു. പിന്നീട് ഞാൻ എങ്ങനെയൊക്കെയോ അതിനെ വീണ്ടും എടുത്തതാണ് കേട്ടോ. ഈ ഐറ്റംസൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും വെള്ളമൊക്കെ ഒഴിച്ച് ഉഷാറാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു പൈപ്പൊക്കെ ഇല്ലേ അതൊക്കെ അങ്ങോട്ടേക്ക് മാറ്റി വെക്കുകയെന്ന് കേട്ടോ. കാരണം നമുക്ക് ഇന്ന് ഡെലിവറി വരാനൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇക്കൊക്കെ പെട്ടെന്ന് വണ്ടി കൊണ്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവം കണ്ടില്ല എങ്കിൽ പൊട്ടൂലേ, അത് വിചാരിച്ചിട്ട് ഞാനെല്ലാം മാറ്റി വെക്കുന്നുണ്ട്. ഞാനിപ്പം വിളി കേട്ടിട്ടില്ലായിരുന്നു, അത് അപ്പുറത്തുനിന്ന് മറിയാത്ത വിളിച്ചതാന്ന് കേട്ടോ. അപ്പം കുറച്ചല്ല 2 മാങ്ങയും അതുമാതിരി തന്നെ കുറച്ച് ചക്കക്കുരു ഇല്ലേ അതോടി കൊണ്ടു തന്നാണ് കേട്ടോ. അവിടെ ഉണ്ടായതല്ല, എവിടുന്നോ കിട്ടിയതിൻ്റെ അകത്തുനിന്ന് ഒരു ഓരി എനിക്ക് തന്നതാണ് കേട്ടോ. ഈ വർഷം ആദ്യമായിട്ടാണ് കേട്ടോ ചക്കക്കുരു കിട്ടുന്നത്. അപ്പം അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഇങ്ങനെ കറക്കി ഇങ്ങനെ പോകുന്നത് കേട്ടോ. അതിൻ്റെ അതൊന്നും ഇല്ല, എല്ലാം എടുത്ത് മാറ്റണം. അവിടെ എക്സ്ട്രാ 2-3 ഭരണികൾ കണ്ടപ്പോൾ നോക്കൊക്കെ കുറച്ചും കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങളില്ലാത്ത ഇങ്ങോട്ടുള്ളത് അങ്ങോട്ടാക്കി, ഇവിടുത്തെ സാധനം മാറ്റി ഇങ്ങോട്ടാക്കി. അങ്ങനെയൊക്കെ ഇതിൻ്റെ ഇടയില് എന്തെങ്കിലും വെച്ചിനാ ബാച്ചുവിന്റെ ഡ്രോയിങ് ബുക്കൊക്കെ ഫുള്ള് വെറുതെ വരഞ്ഞു വെച്ചിട്ടല്ലേ. കുറെ ടീച്ചർ പിന്നെ ശരിയെല്ലാം കൊടുത്തിട്ടുണ്ട്. ഞാനവിടെ ക്ലീനൊക്കെ ചെയ്യുന്ന സമയമായപ്പോഴേക്ക് ഇക്ക ഞങ്ങൾക്കുള്ള ഫുഡെല്ലാം എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ആ റൈസ് തന്നെയാണ് കേട്ടോ കഴിക്കുന്നത്. റൈസ് നല്ല അടിപൊളി റൈസ് തന്നെയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ചീസിൻ്റെയും അങ്ങനെയൊക്കെ ഒരു ടേസ്റ്റൊക്കെ വന്നിട്ട് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു റൈസ് തന്നെയാണ്. അപ്പോൾ ഇതാ നമ്മൾ രാവിലെ എന്നാണെന്നുണ്ടെങ്കിലും ഒന്നിച്ചിരുന്നിട്ടാണ് കേട്ടോ കഴിക്കുക. മഞ്ഞാണ് തോന്നുന്നല്ലേ ഫുള്ള്, മറ്റേ നല്ല താന്ന് പോകും. ഇത് കുറച്ച് ഹൈറ്റിലാണ് പോണേ. ഇപ്പം തണുപ്പ് പോയില്ലേ? തണുപ്പ് കാലം കഴിഞ്ഞില്ലേ? അല്ല അന്ന് ഞാനേ രാവിലെ പോയ സമയത്ത് എടുത്ത് വെച്ച് തണുപ്പാണല്ലോ വെച്ചിട്ട് എടുത്തു. പുറത്താക്കി ഇല്ലെങ്കിൽ വിളിച്ചു പറയണേ. കാത്തു അപ്പോൾ ഇതാ ഇക്ക പോവാണ് കേട്ടോ. ഇന്നത്തെ ദിവസത്തിൽ 2 പേരാണ് കേട്ടോ നമുക്ക് സാധനങ്ങൾ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ എൻ്റെ അമ്മായി ഉപ്പേൻ്റെ പെങ്ങളുണ്ട് കേട്ടോ, ഏറ്റവുള്ളത്. അത് നമ്മുടെ വീടിൻ്റെ കുറച്ചപ്പുറമാണ് കേട്ടോ. അപ്പോൾ അവർ കൊണ്ടുത്തന്നാണ്. മാഷാ അല്ലാ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നതാണെന്ന് പറഞ്ഞ്. പിന്നെ കറിവേപ്പിലയും അതും പിന്നെ പച്ചരിയില്ലേ, പച്ചരിയും കൂടി അമ്മായി കുറേ ഉണ്ടായപ്പോൾ എനിക്ക് കൊണ്ടുത്തന്നതാണ് കേട്ടോ. അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ നമ്മുടെ കൊറിയർ വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ തിരഞ്ഞ് കണ്ടുപിടിച്ച് അവസാനം ഓൺലൈനിൽ നിന്നാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ദൂരന്ന് കണ്ടപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഗത പിടിച്ചിട്ട് വരിക എന്ന് വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ? സംഭവം നോക്കിയേ, ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പൊളിച്ച് കാണിച്ചു തരാം കേട്ടോ. ഓ, നമുക്ക് കിച്ചണിൽ പോയിട്ട് പൊളിക്കാം കേട്ടോ. ഇത് വേണ്ട, നിറയെ പൊടിയാണ്. അപ്പം മനസ്സിലായിട്ടുണ്ടാവില്ല എന്താന്ന്. കുറേ ദിവസമായി കേട്ടോ നമ്മുടെ മറ്റേ ഷഹദിയാസ് വ്ലോഗോ ആ ഇത്താൻ്റെ ചാനലിൽ കാണുന്ന സമയത്ത് ഇതുമാതിരി ചൂല് കാണും കേട്ടോ. ഇത് കണ്ട ഈ ഒരു ചൂല് കാണും കേട്ടോ. അപ്പം ഞാനില്ലേ ഈ ഒരു ചൂലിനും വേണ്ടിയിട്ട് കുറേ പ്രാവശ്യം ഷോപ്പിൽ പോയി അന്വേഷിച്ചു. പക്ഷെ സംഭവം കിട്ടിയിട്ടേ ഇല്ലായിരുന്നു. പൊടി അലർജിൻ്റെ പ്രോബ്ലം കൂടി ഉണ്ടെങ്കിൽ കണക്കായി. നല്ല സ്മെല്ല്.
അപ്പം ഇല്ലേ ഇനി ഞാൻ ഇതാക്കുന്നില്ല. നല്ല ഇത് കണ്ട മറ്റേ മയിലിൻ്റെ വാലുവലില്ലേ. അപ്പം ഇന്നില്ലേ ഈ ഒരു സംഭവം വെച്ചിട്ട് നമുക്ക് അടിച്ചു വരാം കേട്ടോ. നല്ല രസമുണ്ട്, നല്ല സോഫ്റ്റായ പുല്ലാണ് കേട്ടോ. ശരിക്കും എനിക്ക് ഈ പ്ലാസ്റ്റിക് അല്ലാണ്ട് ഇങ്ങനത്തെ പുല്ലൊന്നും ഇഷ്ടേ ഇല്ല. പക്ഷേ ഈ ഒരു ചൂല് ഇതാകുമ്പോൾ പെട്ടെന്ന് പരിപാടി നടക്കുമല്ലോ. പൊടിയാണ്. നന്നായിട്ട് ഇവിടെ നിന്ന് കുടയട്ടെ. എന്നിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് ഇന്ന് അടിച്ചു വരാം. അടിച്ചു വാരലൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ പറയുന്നു, അങ്ങനെ കുട്ടികളും പോയി, അങ്ങനെയില്ലേ കുട്ടികളും പോയി, ഇക്കയും പോയി, എല്ലാവരും പോയി. പിന്നെ ഉള്ളിൽ കയറിയിട്ട് അടിച്ചു വാരാന്നൊക്കെ വിചാരിച്ചപ്പോഴാണ് കേട്ടോ പിന്നെ ഉപ്പാൻ്റെ പെങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഇളയ പെങ്ങളില്ലേ, നമ്മുടെ വള്ളിത്തോട് തന്നെയാണ് കേട്ടോ. അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇത് കണ്ട പുതിനയില്ലേ, മാഷാഅല്ലാ അമ്മായി നട്ടപ്പം പിടിച്ച ഒരു തണ്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെനിക്ക് അതിൻ്റെ അകത്തുനിന്ന് ഒരു ചെറിയൊരിത് വേരടക്കം പിന്നെ കുറച്ച് മണ്ണെല്ലാം ആക്കിയിട്ട് കൊണ്ടു തന്നാന്ന് കേട്ടോ. അപ്പോൾ ഇത് നട്ടിട്ട് കയറാൻ വിചാരിച്ചു. എന്നിട്ട് തന്നെ നല്ല വെയിലായിട്ടുണ്ട്. അപ്പം ഇനിയും നിന്നിട്ടുണ്ട് നല്ല പൊരിഞ്ഞ വെയിലത്ത്. അടിച്ചു വാരിയിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല ടൈം പിടിക്കും. അതുകൊണ്ട് ഞാൻ ഇത് ആക്കാം. നമ്മുടെ ഈ ഒരു മുറ്റത്തില്ലേ നേരം വെളുത്ത് വരുമ്പോഴേക്കന്നെ നല്ല വെയിലായിട്ട് വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം അത്യാവശ്യത്തിലേറെ വെയിലായിട്ടുണ്ട്. ഇങ്ങനെ ഇതാ ഞാൻ ആദ്യം ഏത് ചട്ടിയിൽ നടണം എന്ന് ആലോചിച്ച് അവസാനം ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. കുറേ നേരം അങ്ങനെ മണ്ണ് മാന്തി ഇട്ട് നോക്കി, പക്ഷെ നിറയുന്നില്ല എന്ന് കണ്ട സമയത്ത് വീണ്ടും അതിനെ ചെരിച്ചും മറിച്ചും പിന്നെ അവസാനം മതിലും മാന്തിയൊക്കെ മണ്ണ് നിറച്ചെടുത്തിട്ടുണ്ട്. ഇതാ അവസാനം ഇതാ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇല്ലേ കുറച്ച് വളം വാങ്ങിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ മീനിൻ്റെ പൊടിയാണ് കേട്ടോ. അപ്പോൾ അത് ചെറിയൊരു പേക്കിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഞാനിങ്ങനെ പച്ചക്കറിക്കൊക്കെ കുറച്ച് ഇട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ബാക്കിയുള്ളത് അവസാനം കുടഞ്ഞ് പിഴിഞ്ഞ് അതിൻ്റെ അകത്തേക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നമ്മുടെ മല്ലിയില ഈ ഒരു ചട്ടീൻ്റെ അകത്ത് നട്ടിട്ടുണ്ട്. പിന്നെ നട്ടാൽ മാത്രം പോരല്ലോ, അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണ്ടേ. അങ്ങനെ ഇതാ നന്നായിട്ട് തന്നെ വെള്ളം കൂടി കുടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ വെള്ളമൊക്കെ കഴിക്കുന്ന സമയത്ത് മണ്ണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മാറ്റമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ പിന്നെ നല്ലപോലെ ഒന്ന് ഉറപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ കയ്യെല്ലാം നല്ല ചെളി പോലെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താ അതൊക്കെ ഒരു രസമാണ്. പിന്നെ ഇതാ ഈ ഒരു സൈഡിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഈ നോക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ആ ഭാഗത്തോട്ട് വെയിൽ തട്ടുന്നുണ്ട്. 1-2 ദിവസമൊക്കെ തണലത്ത് നിന്നാലേ അതൊന്ന് ഉഷാറായിട്ട് വരുള്ളൂ കേട്ടോ. ഈ കയറിപ്പോക്ക് കാണുമ്പോൾ വിചാരിക്കും ഇനി ഒരു പണിയും ഇല്ല, വെറുതെ ഇരിക്കാൻ പോവുകയാണെന്ന്. അതൊന്നല്ല കേട്ടോ, അടുത്ത പണിയും കൊണ്ട് ഇതാ വന്നിട്ടുണ്ട്. രാവിലെ ആകുന്ന സമയത്ത് പണിയെടുക്കാൻ തുടങ്ങിയാൽ ഒരേ പണി തന്നെയായിരിക്കും എനിക്കുണ്ടാകുക. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ പേപ്പർ വരുത്തുന്നുണ്ടെങ്കിലും വായിക്കാറൊന്നുമില്ല. പക്ഷേ ഇതുപോലെ മടക്കി വെക്കാനും മറ്റുള്ള ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് കേട്ടോ പേപ്പർ യൂസ് ചെയ്യുന്നത്. അടിക്കാനൊക്കെ നല്ല സുഖമുണ്ട് കേട്ടോ. പക്ഷേ ഇല്ലേ നല്ല വെയിറ്റ് ഉണ്ട്. കുറച്ച് ശരിയായിരിക്കും. ഞാൻ ഇത്രയും ദിവസം അധികം വെയിറ്റ് ഇല്ലാത്ത നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ജോലിയില്ലേ അത് വെച്ചിട്ടാണ് കേട്ടോ അടിക്കല്. അപ്പം അതുകൊണ്ടായിരിക്കാം ഇതിന് ഭയങ്കര വെയിറ്റ് തോന്നുന്നു. അടിച്ചുവാരലെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കില്ലേ ഇനിയിപ്പോൾ രാത്രിക്കൊക്കെ വേണ്ടിയിട്ട് ഒറോട്ടിൻ്റെ അരിയില്ലേ അതൊന്ന് അരച്ചിട്ടെടുക്കണേ. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ പിന്നെ ഒറോട്ടി അരി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തിളച്ചിട്ടുള്ള വെള്ളം എടുത്തിട്ട് അതിൻ്റെ തൊഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അരക്കുന്ന സമയത്ത് കുറച്ച് അധികം തന്നെ അരി എടുത്തിട്ട് അരക്കും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഓരോ ദിവസം ചെയ്യണ്ടേ, അതെനിക്ക് കുറച്ച് മടി തന്നെയാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ അടുത്ത കൊറിയറും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് വന്നിട്ട് ഒരു ചെടിയാണ്. എന്തിൻ്റെ തെയ്യാന്ന് ഇപ്പം എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അപ്പോൾ ഞാനത് പുറത്ത് കൊണ്ടുപോയിട്ട് തന്നെയാണ് ഇതാക്കുന്നത്. ചില സമയം ഇതിന് മുന്നേ വന്നതിൻ്റെയൊക്കെ പാക്കറ്റ് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മണ്ണൊക്കെ ഇങ്ങനെ ഫ്രണ്ടിലായപ്പോൾ ഞാൻ ഇതേതായാലും നടേണ്ട ആ ഒരു ഭാഗത്ത് തന്നെ വെച്ചിട്ട് പൊട്ടിച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്രാവശ്യം മണ്ണിനൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഒട്ടും ഹെൽത്തി അല്ലാത്ത ചെടിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇലയ്ക്ക് നിറയെ പുഴുക്കുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ തുഞ്ചത്തായിട്ട് 2 ഇല മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് നടാൻ നിന്നിട്ടില്ല, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാറ്റി വെക്കുകയാണ് ചെയ്തത്. ഇക്ക വന്നിട്ട് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നട്ടോളും, ഇല്ലെങ്കിൽ നമുക്ക് റിട്ടേൺ പോളിസി ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് വാങ്ങുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ തിരിച്ചയക്കാനും പറ്റും കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ ഇതിവിടെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു വ്ലോഗ് വൈൻഡപ്പ് ആക്കുകയാണ്. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതൊന്ന് എനേബിൾ ആക്കി കൊടുക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും ബൈ.